Hi, dear students, how are you? I believe all of you are keeping fine. Am I correct? Okay, let's discuss the next part of the chapter Amigo Brothers. In the previous class, we have discussed about the daily practicing of the Amigo Brothers. Who are they? They are Antonio Cruz and Felix Vargas. They are intimate friends, you know. One thing is important that they are appointed to fight against each other in a division finals in their locality. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് അമിഗോ ബ്രദേഴ്സ് എന്ന സഹോദര സുഹൃത്തുക്കളായ അന്റോണിയോ ക്രൂസും ഫീലിക്സ് വർഗാസിൻ്റെയും ദിവസേനയുള്ള പരിശീലനമായിരുന്നു. നാട്ടിലെ ഡിവിഷൻ ഫൈനലിൽ നേരിട്ട് പോരാടാൻ നിയോഗിക്കപ്പെട്ട അന്റോണിയോ ക്രൂസിൻ്റെയും ഫെലിക്സ് വർഗാസിൻ്റെയും എല്ലാ ദിവസത്തെയും പരിശീലനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതേസമയത്ത് അവർ ആകെ പ്രയാസത്തിലകപ്പെട്ടിരിക്കുകയാണ്. കാരണം തൻ്റെ സുഹൃത്തിനെ എങ്ങനെ വേദനിപ്പിക്കും, ബോക്സിംഗ് റിങ്ങിൽ എങ്ങനെ നേരിടും എന്ന വലിയ ആശങ്കയിലും പ്രതിസന്ധിയിലുമാണ് രണ്ടുപേരും. അവരുടെ നദിക്കരയിലൂടെയുള്ള ഓട്ടത്തിനിടയിൽ നടക്കുന്ന സംഭാഷണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ബോക്സിംഗ് റിങ്ങിൽ നാം ഒരിക്കലും ഇതുവരെയും കണ്ടുമുട്ടാത്തവരായി പെരുമാറണമെന്നും നമുക്ക് ഒരാൾക്ക് മാത്രമേ ഇതിൽ വിജയിക്കുവാൻ കഴിയുകയുള്ളൂ എന്നും മനസ്സിലാക്കണമെന്നും പരസ്പരം പറയുന്നു. അതിനുശേഷം നമുക്ക് എന്താണ് അവരുടെ സംഭാഷണത്തിനിടയിൽ സംഭവിക്കുന്നത് എന്ന് പരിശോധിക്കാം. ശ്രദ്ധിക്കൂ. നെക്സ്റ്റ് പാർട്ട് ശ്രദ്ധിക്കൂ. Yeah, that's right. Listen, Tony, don't you think it's a good idea if we don't see each other until the day of the fight? I am going to stay with my Aunt Lucy in the Bronx. ബോക്സിംഗ് റിങ്ങിൽ നാം പരിചയക്കാരെ പോലെ ഒരിക്കലും പെരുമാറരുതെന്നും ഏറ്റവും നല്ല പോരാട്ടമായിരിക്കണം നമ്മൾ നടത്തേണ്ടതെന്നും നമ്മളിൽ ഒരാൾക്ക് മാത്രമേ വിജയം നേടാൻ കഴിയുകയുള്ളൂ എന്നും അന്റോണിയോ പറഞ്ഞപ്പോൾ ഫെലിക്സ് ഇങ്ങനെ മറുപടി പറഞ്ഞു. നീ പറഞ്ഞത് വളരെ ശരിയാണ്. ബോക്സിംഗ് മത്സരത്തിൻ്റെ ദിവസം വരെ ഇനി നാം പരസ്പരം കണ്ടുമുട്ടാതിരിക്കുന്നത് ഒരു നല്ല ആശയമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തു പറയുന്നു? അങ്ങനെ നീയും ചിന്തിക്കുന്നില്ലേ? അത് നമുക്കിടയിൽ ഉത്സാഹവും വാശിയും ഉണ്ടാക്കും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ബ്രോങ്സിലെ ലൂസി അമ്മായിയുടെ വീട്ടിലേക്ക് മാറുകയാണ്. നെക്സ്റ്റ് പാർട്ട്. Tony scratched his nose pensively. Yeah, it would be better for our heads. He held out his hands, palm upward. Deal? Deal. Felix lightly slapped open skin. ഇത് കേട്ട് മൂക്കിൻ്റെ തുമ്പിൽ ചൊറിഞ്ഞുകൊണ്ട് ചിന്താധീനനായി അന്റോണിയോ പറഞ്ഞു, ശരി ശരി,
ഞാൻ സമ്മതിച്ചു. അത് നമുക്ക് രണ്ടുപേർക്കും ഗുണകരമാകുമെന്ന് എനിക്ക് തോന്നുന്നു. അവൻ കൈനീട്ടി കൈപ്പത്തി മുകളിലോട്ട് പിടിച്ച് ഒരു ഡീലിന് ഫെലിക്സിനെ ക്ഷണിച്ചു. ഒന്ന് ആലോചിച്ച് ആ കൈപ്പത്തിയിൽ അടിച്ചുകൊണ്ട് ഫെലിക്സ് ആ ഡീലിൽ ചേർന്നു. നെക്സ്റ്റ് പാർട്ട്. Ready for some more running? Tony asked lamely. No, bro. Let's cut it here. You go on. I like to get things together in my head. You aren't worried, are you? Tony asked. എൻ്റെ കൂടെ കുറച്ചുകൂടി ഓടാൻ നീ വരുന്നോ? അന്റോണിയോ ഫെലിക്സിനെ ക്ഷണിച്ചു. പക്ഷേ അവൻ തയ്യാറായിരുന്നില്ല. സഹോദരാ, ഈ ഓട്ടം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നിനക്ക് വേണമെങ്കിൽ തുടരാം. എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാൻ കുറച്ച് സമയം വേണം. നിനക്ക് ആകെ പരിഭ്രാന്തിയാണോ, വേവലാതിയാണോ? അന്റോണിയോ ചോദിച്ചു. No way, man. Felix laughed out loud. I just think it's cooler if we split right here. After the fight, we can get it together again like nothing ever happened. The Amigo brothers were not ashamed to hug each other tightly. ഇതിൻ്റെ മലയാളം ശ്രദ്ധിക്കൂ. എനിക്ക് യാതൊരു ടെൻഷനുമില്ല, അക്കാര്യത്തെക്കുറിച്ച് ഒരു പ്രയാസവുമില്ല. ഫെലിക്സ് ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്തു. നാം ഇപ്പോൾ പിരിയുന്നത് തന്നെയായിരിക്കും നല്ലത്. അത് നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ബോക്സിംഗ് മത്സരത്തിന് ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ നാം വീണ്ടും ഒത്തുചേരുന്നതായിരിക്കും. അതിലൊരു സംശയവുമില്ല. സുഹൃത്ത് സഹോദരങ്ങളായ അവർ പരസ്പരം ആലിംഗനം ചെയ്യാൻ മറന്നില്ല. The evening before the big fight, Tony made his way to the roof of his building. In the quiet early dark, he peered over the ledge. He tried not to think of Felix, feeling he had succeeded in psyching his mind. But only in the rainwoods he really knew. To spare Felix's hurt, he would have to knock him out early and quick. ഇതിൻ്റെ മലയാളം ശ്രദ്ധിക്കൂ. ആ വലിയ പോരാട്ടത്തിൻ്റെ തലേ ദിവസം വൈകുന്നേരം അന്റോണിയോ താൻ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ ടെറസിലേക്ക് പോയി. എന്തിനാണ്? അവന് മനസ്സാകെ അസ്വസ്ഥമാകുന്നു. നേരം ഇരുട്ടിത്തുടങ്ങിയിട്ടുണ്ട്. തട്ടിന് മുകളിലൂടെ അവൻ വെറുതെ എത്തി നോക്കി. അവൻ ഫെലിക്സിനെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു കേട്ടോ. അസ്വസ്ഥമായ മനസ്സിനെ പരമാവധി ഒരുക്കിയെടുക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഫെലിക്സിനെ ആദ്യ റൗണ്ടിൽ തന്നെ വളരെ നേരത്തെ ഇടിച്ചു വീഴ്ത്തണം. അങ്ങനെ വരുമ്പോൾ ഏറെ നേരത്തെ ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ സുഹൃത്തിനുണ്ടാകുന്ന മുറിവുകൾ, പരിക്കുകൾ ഒഴിവാക്കിയെടുക്കുവാൻ കഴിയുമല്ലോ. ആ ഒരാശ്വാസമേ എനിക്കുള്ളൂ. അന്റോണിയോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങി. Up in the South Bronx, Felix
decided to take in a movie in an effort to keep Antonio's face from his fists. The flick was the champion with Kirk Douglas. The champion was getting beaten. Felix felt a shock. He saw himself in the ring, blasting Antonio against the ropes. മറ്റൊരിടത്ത് സൗത്ത് ബ്രോങ്സിൽ ഫെലിക്സ് അന്റോണിയോയുടെ മുഖത്ത് ഇടിക്കുന്ന ചിന്തയിൽ നിന്ന് മനസ്സിനെ മാറ്റാനായി ഒരു സിനിമ കാണാൻ തയ്യാറെടുത്തു. അവൻ്റെ മുറിയിൽ ഒരു സിനിമ കാണാൻ അവൻ ഇരുന്നു. കിർക്ക് ഡൗഗ്ലാസിൻ്റെ ദി ചാമ്പ്യൻ എന്ന സിനിമയായിരുന്നു അത്. ആ സിനിമയിൽ ചാമ്പ്യന് ഇടികിട്ടിക്കൊണ്ടിരിക്കുന്നതായി അവൻ കണ്ടു. ഇത് കണ്ട് ഫെലിക്സ് ഞെട്ടിത്തരിച്ചു. താൻ തന്നെയാണ് അന്റോണിയോയെ ബോക്സിംഗ് റിങ്ങിലെ കയറിന്മേൽ ചാരി നിർത്തി ഇടിക്കുന്നതെന്ന് ഫെലിക്സ് അറിയാതെ ചിന്തിച്ചുപോയി. അവനാകെ അസ്വസ്ഥനായി മാറി. അവൻ പെട്ടെന്ന് ആ മൂവി ഓഫ് ചെയ്തു. സിനിമ കാണുന്നത് തൽക്കാലത്തേക്ക് നിർത്തി. Next paragraph. He walked up some dark streets, deserted except for small pockets of weary-looking kids wearing gang colors. Walking the streets had not relaxed him, neither had the fight flick. All it had done was to stir him up. He let himself quietly into his aunt Lucy's apartment and went straight to bed. ഇതിൻ്റെ മലയാളം ശ്രദ്ധിക്കൂ. അവൻ പതിയെ മുറി വിട്ടിറങ്ങി തെരുവിലെ വഴിയിലേക്ക് നടന്നു. ഗാങ് കളർ ധരിച്ച കുറച്ച് ആൺകുട്ടികളെ മാത്രമേ അവന് അവിടെ കാണുവാൻ സാധിച്ചുള്ളൂ. ആ നടത്തം അവനെ ഒട്ടും ശാന്തനാക്കിയില്ല. മാത്രമല്ല, ആ ബോക്സിംഗ് സിനിമയും അവൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥത അകറ്റിയില്ല. അത് അവന് കൂടുതൽ വിഷമമുണ്ടാക്കാനേ സഹായിച്ചുള്ളൂ. വീണ്ടും തിരിച്ച് ലൂസിയമ്മായിയുടെ കെട്ടിടത്തിലെത്തി നേരെ ഉറങ്ങാനായി കിടപ്പുമുറിയിലേക്ക് പോയി. Next paragraph. Antonio was passing some heavy time on his rooftop. How would the fight tomorrow affect his relationship with Felix? After all, fighting was like any other profession. Friendship had nothing to do with it. But a gnawing doubt crept in. He cut negative thinking really quick by doing some speedy fancy dance steps. Felix, his amigo brother, was not going to be Felix at all in the ring, just an opponent with another face. Antonio went to sleep. Like his friends, he prayed for victory via a quick clean knockout in the first round. ഈ പാരഗ്രാഫിൻ്റെ മലയാളം ശ്രദ്ധിക്കൂ. അന്റോണിയോ വളരെ വലിയ ആത്മസംഘർഷത്തിലാണുള്ളത്. അവൻ തൻ്റെ കെട്ടിടത്തിൻ്റെ ടെറസിൽ അസ്വസ്ഥമായ നിമിഷങ്ങൾ ചെലവഴിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്ന ബോക്സിംഗ് മത്സരം ഞാനും ഫെലിക്സുമായുള്ള ബന്ധത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? അവൻ ആലോചിച്ച് ഒരെത്തും പിടിയും കിട്ടുന്നില്ല.
സുഹൃത്ത് ബന്ധവും പോരാട്ടവുമായി യാതൊരു ബന്ധവുമില്ലല്ലോ. അത് ഒരു മത്സരം മാത്രമാണ്. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് അസ്വസ്ഥമായ മനസ്സിനെ നിയന്ത്രിക്കാൻ അവൻ പിന്നെയും കിണഞ്ഞു പരിശ്രമിച്ചു. ഇത്തരം ചിന്തകളിൽ നിന്ന് മനസ്സിനെ മാറ്റാൻ അവൻ പുതിയ ഫാൻസി ചുവടുകളോടെ നൃത്തം ചെയ്തു. എൻ്റെ സുഹൃത്ത് ഫെലിക്സ് ഒരിക്കലും ബോക്സിംഗ് റിങ്ങിൽ വെറും ഫെലിക്സായിട്ടല്ലല്ലോ വരുന്നത്, മറിച്ച് അതിശക്തനായ ഒരു എതിരാളിയായിട്ടായിരിക്കും. അങ്ങനെ തന്നെയായിരിക്കും അവൻ്റെ വരവ്, സംശയമില്ല. ആദ്യത്തെ റൗണ്ടിൽ തന്നെ പെട്ടെന്നുള്ള ഒരു നോക്കൗട്ടിൽ കൂടി തനിക്ക് വിജയം ലഭിക്കാനായി അവൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഉറങ്ങാനായി കിടന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. ലാർജ് പോസ്റ്റേഴ്സ് plastered all over the walls of local shops announced the fight between Antonio Cruz and Felix Vargas as the main bout. The fight had created great interest in the neighborhood. Antonio and Felix were well liked and respected. Each had his own loyal following. അന്റോണിയോ ക്രൂസും ഫെലിക്സ് വർഗാസും തമ്മിലുള്ള ആ ഫൈനൽ പോരാട്ടത്തിൻ്റെ വലിയ പോസ്റ്ററുകൾ നാട്ടിലെ ഷോപ്പുകളുടെ ഭിത്തികളിലെങ്ങും നിറഞ്ഞു കവിഞ്ഞു. ഈ പോരാട്ടം നാട്ടിലെങ്ങും വലിയ ഉത്സാഹവും ആവേശവും സൃഷ്ടിച്ചിരുന്നു എന്നതിൽ സംശയമില്ല. കാരണം എന്തെന്നോ, നാട്ടുകാർ ഫെലിക്സിനെയും അന്റോണിയോയെയും വലിയ ബഹുമാനത്തോടെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ ആരാധക വൃന്ദം എങ്ങുമുണ്ടായിരുന്നു. അത്രയധികം നാട്ടുകാർ അവരെ രണ്ടുപേരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വീകരിച്ചിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. The fight was scheduled to take place in Tompkins Square Park. The morning of the fight, Tompkins Square was a beehive of activity, with numerous workers setting up the ring, the seats, and the guest speakers' stand. The scheduled bouts began shortly after noon, and the park had begun filling up even earlier. ഈ പാരഗ്രാഫിൻ്റെ മലയാളം ശ്രദ്ധിക്കൂ. ടോംകിൻ സ്ക്വയർ പാർക്കിലാണ് ബോക്സിംഗ് മത്സരം നടക്കാൻ പോകുന്നത്. മത്സരത്തിൻ്റെ സംഘാടകരാവട്ടെ തിരക്കിട്ട ജോലിയിലാണ്. റിങ്ങും സീറ്റുകളും ഗസ്റ്റ് സ്പീക്കർ സ്റ്റാൻഡും തയ്യാറാക്കിക്കൊണ്ടിരുന്നു. എല്ലായിടത്തും കയറുകൾ വലിച്ചു കെട്ടിയിട്ടുണ്ട്. കാണികൾക്കിരിക്കാനുള്ള സ്ഥലം നേരത്തെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. എല്ലായിടത്തും ജോലി തിരക്കാണ്. ഉച്ച കഴിഞ്ഞ ഉടനെ തീരുമാനിച്ചിരുന്ന ചില ചെറിയ മത്സരങ്ങൾ തുടങ്ങി. മത്സരം നടക്കുന്ന സ്ഥലം മുഴുവൻ നേരത്തെ തന്നെ കാണികളെക്കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. The waiting time was over. Felix was escorted from the classroom by a dozen fans in white t-shirts. Antonio was escorted down a different stairwell and guided through a roped-off path. കാണികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിൻ്റെ സമയമിതാ അവസാനിക്കുന്നു. റൂമിൽ നിന്ന് ഇറങ്ങിയ ഫെലിക്സിനെ
വെള്ള ടീഷർട്ട് ധരിച്ച 12ഓളം വരുന്ന ആരാധകർ എതിരേറ്റ് വേദിക്കരികിലെത്തിച്ചു. അതേസമയം മറുവശത്ത് അന്റോണിയോയെ മറ്റൊരു വഴിയിലൂടെ അവൻ്റെ ആരാധകർ ബോക്സിംഗ് റിങ്ങിനടുത്തേക്ക് കൊണ്ടുവന്നു. നെക്സ്റ്റ് പാർട്ട്. As the two climbed into the ring, the crowd exploded with a roar. Antonio and Felix both bowed gracefully and then raised their arms in acknowledgement. Antonio tried to be cool. He turned slowly to meet Felix's eyes, looking directly to his. Felix nodded his head and Antonio responded. ആവേശഭരിതരായി രണ്ടുപേരും ബോക്സിംഗ് റിങ്ങിലേക്ക് ചാടിക്കയറി. ജനങ്ങൾ സന്തോഷത്തോടെ ആർപ്പു വിളിച്ചു. അന്റോണിയോയും ഫെലിക്സും കാണികളെ ആകർഷകമായ രീതിയിൽ തലതാഴ്ത്തി വന്ദിച്ചു. അവരുടെ അഭിവാദ്യം അംഗീകരിച്ച് കൈയുയർത്തി കാണിച്ചു. ജനങ്ങളാകെ നിശബ്ദരായി കഴിഞ്ഞു. അന്റോണിയോ ശാന്തമായി നിൽക്കാൻ ശ്രമിച്ചു. അവൻ ഫെലിക്സിൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ഫെലിക്സ് ആകട്ടെ അതിനു മറുപടിയായി തലയാട്ടിക്കൊണ്ട് ഉത്തരം നൽകി. ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. രണ്ടുപേരും ഫൈറ്റിങ്ങിനായി തയ്യാറെടുത്ത് വരാനിരിക്കുന്ന അനൗൺസ്മെൻറ്റിനെ കാത്ത് വേദിയിൽ നിലയുറപ്പിച്ചു. പ്രിയ വിദ്യാർത്ഥികളെ, അമിഗോ ബ്രദേഴ്സ് എന്ന സ്പോർട്സ് സ്പിരിറ്റുള്ള പാഠത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. വളരെയേറെ ചോദ്യസാധ്യതയുള്ള ഒരു പാഠം കൂടിയാണിത്. ബോക്സിംഗ് മത്സരത്തിനായി ആത്മസുഹൃത്തുക്കളായ അമിഗോ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന അന്റോണിയോ ക്രൂസും ഫെലിക്സ് വർഗാസും അവരുടെ ആരാധക വൃന്ദങ്ങൾ ബോക്സിംഗ് റിങ്ങിൽ എത്തിച്ചിരിക്കുന്ന നിമിഷം വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നടക്കാൻ പോകുന്നത് വളരെ വലിയ ഒരു പോരാട്ടം തന്നെയാണ്. നൂറുകണക്കിന് കാണികളെ ആവേശഭരിതരാക്കിയുള്ള അവരുടെ ഫൈറ്റിംഗ് മത്സരത്തിൻ്റെ വീഡിയോയും വിവരണവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ടെക്സ്റ്റ് റീഡിങ് നന്നായിട്ട് ഉണ്ടാവണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.